അങ്ങനെ ഷാഡോ ചെയ്യുമ്പോൾ അതും ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ എന്ത് ചെയ്യണം? Now what you need to know when I'm speaking as a president of United States and I come to the community is that if in fact if I can solve all these problems without passing laws in Congress, then I would do so. But we are also a nation of laws. That is part of our tradition. The easy way out is to try to yell and pretend like I can do something by violating our laws. But what I'm proposing is the harder path, which is to use our democratic power to achieve the same goal that you want to achieve. But it won't be as easy as just shouting. It requires us a lobby and getting it done. നമ്മളൊരു ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോണ്ടൻറ്റ് എടുക്കുക. ഇപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കോണ്ടൻറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ എഴുത്തുകൂടി അതായത് ട്രാൻസ്ക്രിപ്റ്റ് കൂടി ഉള്ളൊരു കോണ്ടൻറ്റ് എടുത്താൽ അത്രയും നല്ലത്. എന്നിട്ട് അതൊന്ന് ഷാഡോ ചെയ്ത് വെക്കുക. അത് കേട്ടിട്ട് അതുപോലെ പറഞ്ഞു നോക്കാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, അതേ സ്പീഡിൽ അതിനെ ഫോളോ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഈ സെയിം കോണ്ടന്റ് തന്നെ കണ്ണടച്ചിട്ട് ഒന്ന് കേട്ട് നോക്കാം, കേട്ടിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു നോക്കാം. എന്നിട്ട് ഈ വിഷ്വലായിട്ട് വരുന്ന ഇൻപുട്ട് എല്ലാം ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ആ ഓഡിറ്ററി ഇൻപുട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ആ ഓഡിയോയിലായിരിക്കും. ആ ഓഡിയോ കേൾക്കുന്ന അതേ സ്പോട്ടിൽ ഗ്യാപ്പ് തീരെ ഇല്ലാതെ അതിൻ്റെ കൂടെ അതേ സ്പീഡിൽ പറയാം. അറ്റ് എ ടൈം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഒരു കോണ്ടൻറ്റിലെ ഒരു ഫ്രേസ് കേട്ടതിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ സ്റ്റൈലും അതേ പ്രൊനൗൺസിയേഷനും നമുക്ക് കോപ്പി ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതേ പ്രൊനൗൺസിയേഷനും അതേ സ്ട്രെസ്സും അതേ ആർട്ടിക്കുലേഷനും വോക്കൽ വെറൈറ്റീസും എല്ലാം നമുക്ക് അതേപോലെ കോപ്പി ചെയ്യാൻ കഴിയും. അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ ആ ഒരു പ്രാക്ടീസ് നമ്മളെ നാവിന് കിട്ടുന്നുള്ളതാണ്. ആ ഫ്രേസുകൾ നമ്മൾ മെമ്മറിയിലുണ്ടാവും, നാവിൻ്റെ തുമ്പിലുണ്ടാവും. പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു റാൻഡം കണ്ടൻറ്റ് എടുത്തിട്ട് അത് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ ഡിഫിക്കൽട്ടി കുറക്കാൻ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന, സ്ലോ ആയിട്ട് സംസാരിക്കുന്ന കോണ്ടൻറ്റ്സ് യൂട്യൂബിൽ എവിടെയെങ്കിലും പോയിട്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് ഷാഡോ ചെയ്യുക.